നമസ്കാരം. ആസ്ട്രോമീഡിയയുടെ എല്ലാ മാന്യപ്രേക്ഷകർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഒരിക്കൽ കൂടി ഹാർദമായ സ്വാഗതം. ഞാൻ ജ്യോത്സ്യൻ പ്രമോദ് പണിക്കർ, പെരിങ്ങോട്. ഇന്നത്തെ അധ്യായം വ്യാഴമാറ്റത്തെ സംബന്ധിച്ചിട്ടാണെന്ന് പ്രേക്ഷകർ ഇതിനോടകം മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഇംഗ്ലീഷ് വർഷം 2025 മെയ് മാസം 14 തീയതി, മലയാള വർഷം 1200 മേടമാസം 31 തീയതി ബുധനാഴ്ച രാത്രി 10:35 ഇടവം രാശിയിൽ നിന്ന് മിഥുനം രാശിയിലേക്ക് വ്യാഴം സഞ്ചരിക്കുകയാണ്. അപ്പോൾ വ്യാഴത്തിൻ്റെ ശത്രുക്ഷേത്രത്തിൽ നിന്നും മറ്റൊരു ശത്രുക്ഷേത്ര രാശിയിലേക്കാണ് വ്യാഴം സഞ്ചരിക്കുന്നത്. അതിനനുസരിച്ചിട്ട് ഗ്രഹത്തിൻ്റെ ബലാബലത്തിൽ കാതലായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ടാവും. അപ്പോൾ നമുക്കറിയാം, മഹാഗുരുവാണ് വ്യാഴം. സർവശ്രേഷ്ഠത്വം ഈ വ്യാഴത്തിൽ അടങ്ങിയിട്ടുണ്ട്. വ്യാഴത്തിൻ്റെ കാരകത്വം ജ്ഞാനം, സൽഗുണം, പുത്രൻ, മന്ത്രി, തൻ്റെ ആചാരങ്ങൾ, തൻ്റെ ഗുരുനാഥൻ, തൻ്റെ വേദാദികർമ്മങ്ങളുടെ അനുഷ്ഠാനം, തൻ്റെ ബുദ്ധിശക്തി, തൻ്റെ ഓർമ്മ, ശാസ്ത്രജ്ഞാനം, സർവശ്രേഷ്ഠത്വം, സൽഗതി, ബ്രാഹ്മണഭക്തി, ദേവഭക്തി, യാഗം, തപസ്, ശ്രദ്ധ, അവനവൻ്റെ ഭണ്ഡാരം, അതായത് അവനവൻ്റെ ധനം സൂക്ഷിക്കുന്ന സ്ഥലം, വിദ്വത്വം, ഇതെല്ലാം നമ്മൾ, അതേപോലെ തന്നെ ഇന്ദ്രിയജയം, അവനവന് കിട്ടുന്ന സമ്മാനങ്ങൾ, അതേപോലെ തന്നെ സമ്മാനം എന്ന് പറയുമ്പോൾ ആദരവ് എന്ന് വിചാരിച്ചോളൂ. ഇന്നിപ്പോൾ സമ്മാനം കുറവാണെങ്കിലും അവനവന് കിട്ടുന്ന ആദരവ്, തനിക്ക് കിട്ടുന്ന ദയ, തൻ്റെ മറ്റുള്ള സഹജീവികളോടുള്ള ദയ, ഇതെല്ലാം ഈ ശ്രേഷ്ഠന്മാരിൽ ശ്രേഷ്ഠനായിരിക്കുന്ന സത്വഗുണപ്രധാനിയായിട്ടുള്ള വ്യാഴത്തെ കൊണ്ട് ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഈ വ്യാഴമാറ്റത്തിന് അധികം പ്രാധാന്യമുണ്ട്. എല്ലാ ഗ്രഹമാറ്റത്തിനും പ്രാധാന്യമുണ്ട്. അതിൽ സുപ്രധാനമാണ് വ്യാഴം മാറുമ്പോൾ. കാരണം വിദ്വാനായിരിക്കുന്ന ഒരു വ്യക്തിക്ക് വ്യാഴം പിഴച്ചാൽ ദോഷമാണ്. അയാൾ പറയണതും ചിന്തിക്കുന്നതൊക്കെ ദോഷമായിട്ട് മാറും. എന്നാൽ ഒരു അറിവില്ലാത്തവനോ അല്ലെങ്കിൽ ഇതിനെ പറ്റിയിട്ട് ബോധം സിദ്ധിക്കാത്തവനോ ഒരു ഗ്രഹം അനുകൂല സ്ഥാനത്തേക്ക് മാറിയിട്ടും പ്രത്യേകമായിട്ട് പ്രയോജനങ്ങളൊന്നും ഉണ്ടാവുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തിൽ കാണുന്ന ജനങ്ങൾക്കെല്ലാം ഒന്നോ രണ്ടോ തരത്തിലുള്ള അവസ്ഥകളെ ഉണ്ടാവൂ. ഒന്നുകിൽ ഉയർച്ച അല്ലെങ്കിൽ താഴ്ച. അങ്ങനെ സംഭവിക്കാത്തതിന് കാരണം ഓരോ വ്യക്തിക്കും അല്ലെങ്കിൽ ഓരോ ജന്മത്തിനും ഒരു ജാതകമുണ്ട്. അത് അവനവൻ്റെ പൂർവ്വജന്മവുമായി ബന്ധപ്പെട്ടിട്ടാണ് ആ വ്യക്തി ആ കർമ്മഫലങ്ങൾ അനുഭവിക്കുന്നത്. അതിന് യഥാകാലങ്ങൾ യോഗ്യമാണോ എന്നുള്ള കാലപരിശോധനയ്ക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഈ ജ്യോതിഷ ജ്ഞാനം നമ്മൾ സിദ്ധിക്കേണ്ടത്. അല്ലെങ്കിൽ അറിവുള്ള ദൈവജ്ഞന്മാരിൽ നിന്നും നമ്മൾ ഇത്തരം കാര്യങ്ങൾ ശ്രവിക്കേണ്ടത്. അവനവൻ്റെ കാലഗതി അനുകൂലമാണോ, എനിക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു ദേവനെ സംബന്ധിച്ച് അല്ലെങ്കിൽ എൻ്റെ ധർമ്മദൈവത്തെ എനിക്ക് പുനഃപ്രതിഷ്ഠ നടത്തണം, അല്ലെങ്കിൽ അതിനെ കുടിവെക്കണം, അല്ലെങ്കിൽ അതിനെ ആചരിക്കണം, എനിക്ക് സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ളതായ മനസ്സുണ്ട്. അപ്പോൾ അതിനൊക്കെ അനുകൂലമായ സമയമാണോ അല്ലയോ, എൻ്റെ ബുദ്ധിയും ഓർമ്മശക്തിയും ഒക്കെ നിലനിൽക്കുന്ന സമയത്ത് എനിക്ക് ഈ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുമോ, അതിനുള്ള അനുകൂലമായ സമയം എപ്പോഴാണ്? അപ്പോൾ ഈ ഗ്രഹത്തിൻ്റെ കാരകത്വം വളരെ വിശേഷപ്പെട്ട കാരകത്വങ്ങളായതുകൊണ്ട് തന്നെയും സത്വഗുണപ്രധാനമുള്ള കാരകത്വങ്ങളായതുകൊണ്ട് തന്നെയും ഉപദേശകർത്താക്കന്മാരിൽ നിന്ന് ഉപദേശം സ്വീകരിച്ചാൽ അത് തൻ്റെ ജീവിതത്തിലേക്ക് ഗുണം വരികയോ ഇല്ലയോ എന്നറിയുന്നതിനും ഒക്കെ വേണ്ടിയിട്ട് തന്നെയാണ് ഈ ഗ്രഹ ഗോചരാദികളെ പറ്റിയിട്ട് ഉത്തമ ദൈവജ്ഞനിൽ നിന്നും ആര് മനസ്സിലാക്കേണ്ടത്? പൃച്ഛകൻ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അവനവൻ്റെ കർമ്മഫലങ്ങളാണ് ഒരു വ്യക്തിയെ ഉയർത്തുന്നതും താഴ്ത്തുന്നതും. അപ്പോൾ കാലഗതി നമുക്ക് അനുകൂലമായാൽ, ചെയ്യുന്ന പ്രവർത്തികൾ നല്ലതായാൽ കൂടുതൽ ഉന്നതിയും, വളരെ മോശപ്പെട്ട പ്രവർത്തികൾക്ക് വേണ്ടിയിട്ട് ഈ നല്ല കാലം ഉപയോഗിക്കാതിരിക്കുകയും ചെയ്യുക എന്നുള്ളത് അവനവൻ്റെ ബുദ്ധിയുടെ രജോ ഗുണം, തമോ ഗുണം ഇത്യാദിക്ക് അനുസരിച്ച് ഇരിക്കും. അപ്പോൾ ഈ ഗ്രഹങ്ങൾക്ക് ഗോചരസ്ഥാനം, വേദസ്ഥാനം എന്ന് പറയുന്ന രണ്ട് അവസ്ഥകളുണ്ട്. അഷ്ടവർഗം എന്ന് പറയുന്ന ബലാബലത്തെ ചിന്തിക്കുന്നതിനുള്ള ഒരു സംഭവം, ഈ ഒരു ടൂള് എന്ന് പറയാം വേണമെങ്കിൽ, അത് ഇതിലുണ്ട്. അപ്പോൾ ഈ അഷ്ടവർഗം ഒന്നും നോക്കാണ്ട്, അവനവൻ്റെ ജാതക പരിശോധന നടത്താതെ
അവിടുന്നും ഇവിടുന്നും കേൾക്കുന്ന അറിവ് വെച്ച് പൊടിപ്പും തൊങ്ങലും വെച്ച് ഓരോരുത്തർ പടച്ചു വിടുന്നത് കേൾക്കാണ്ട് കൃത്യമായ അനുഭവഫലം ആ വ്യക്തിക്ക് എത്ര ശതമാനം കിട്ടും. ചിലപ്പോൾ ഗ്രഹം അനുകൂലസ്ഥനാണ്, നിങ്ങൾ വലിയ സമ്പന്നനാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഗ്രഹം സഞ്ചരിക്കുന്ന രാശിയുടെ അഷ്ടവർഗ ബിന്ദു ചിലപ്പോൾ പൂജ്യമായിരിക്കും, ഇയാൾക്ക് ദോഷം ഉണ്ടാവുക ചിലപ്പോൾ. എന്നാൽ നിങ്ങൾക്ക് അതീവ ദോഷമാണെന്ന് പറഞ്ഞ സ്ഥാനത്ത് അഷ്ടവർഗ ബിന്ദു ചിലപ്പോൾ 7 8 ഉണ്ടെങ്കിൽ ഈ ദോഷത്തിൻ്റെ അനുഭവം ആ വ്യക്തിക്ക് ഒട്ടും ഉണ്ടാവില്ല താനും. അപ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കണം, ഈ പൊതുഫലങ്ങളെ ആശ്രയിക്കാതെ അതിൻ്റെ പിറകെ ഓടാതെ ഇത് മനസ്സിലാക്കാം. പക്ഷേ ഇങ്ങനെ അനുകൂല സ്ഥിതിയിലേക്ക് വരുന്നുണ്ട് ഈ ഗ്രഹം എന്ന് നമുക്ക് മനസ്സിലാക്കാം, അല്ലെങ്കിൽ പ്രതികൂലാവസ്ഥയിലേക്ക് ഈ ഗ്രഹം വരുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. പക്ഷെ ആദ്യം പോയിട്ട് തിരയേണ്ടത് എന്താ, അവനവൻ്റെ ജാതകം. ആ ജാതകം ഉത്തമ ദൈവത്തിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് എൻ്റെ ജാതകത്തിൽ ഈ ഗ്രഹത്തിൻ്റെ അഷ്ടവർഗ ബിന്ദു എത്രയെന്ന് പരിശോധിപ്പിച്ച് അത് ഗുണമോ ദോഷമോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ കേട്ടത് മുഴുവൻ ഈ നല്ലത് പറയുന്ന ഈ പ്രശംസിക്കുന്ന ആൾക്കാരെ വലിയ ഇഷ്ടമാണ് അല്ലേ, ഇന്ന നക്ഷത്രക്കാർ ഇന്ന പോലെ ഉയരും എന്ന് കേട്ടാൽ സന്തോഷമായി, എന്നിട്ടോ ഒന്നും കിട്ടാൻ പോകുന്നില്ല. അല്ലെങ്കിലോ തീരെ മോശം പറഞ്ഞവനായിരിക്കും, ചിലപ്പോൾ കാറ് മേടിക്കുക, വീട് വയ്ക്കുക, ലോട്ടറി അടിക്കുക, ചിലപ്പോൾ അവനായിരിക്കും. അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് ഉന്നതി ഉണ്ടാവുക, നല്ല ഉയർച്ച ഉണ്ടാവുക, ഉയർന്ന പദവിയിലേക്ക് ഈ ദോഷം പറഞ്ഞവനായിരിക്കും. അതിന് കാരണം അവനവൻ്റെ പൂർവ്വ ജന്മകർമ്മ ഫലങ്ങളാണെന്നുള്ളത് മനസ്സിലാക്കുക. അവനവൻ്റെ ആയുസ്, അവനവൻ്റെ ധനസ്ഥിതി, അവനവൻ്റെ പദവി, ഇതെല്ലാം ഈശ്വരൻ ഗർഭത്തിൽ കിടക്കുമ്പോൾ തന്നെ നമുക്ക് തന്നിട്ടുണ്ട്. അതിനെ യഥാകാലം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് കാലവിധാന ശാസ്ത്രമായ ഈ ജ്യോതിഷത്തെ നമ്മൾ ആശ്രയിക്കേണ്ടത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പറയണം. അപ്പോൾ വ്യാഴത്തിൻ്റെ ഗോചരസ്ഥാനങ്ങൾ എന്താ, അഥവാ അനുകൂല സ്ഥാനങ്ങൾ എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. വ്യാഴം ഏറ്റവും ദോഷസ്ഥാനത്തിൽ നിൽക്കുന്ന ആ പോയിന്റുകൾ ഏതാണെന്ന് മനസ്സിലാക്കുക. ഇത് ഈ ഗ്രഹങ്ങളുടെ ഊർജങ്ങളെല്ലാം ഈ ചന്ദ്രനിൽ കൂടെയാണ് ആ വ്യക്തിയിലേക്ക് എത്തുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. അതിനാണ് ചന്ദ്രാധിഷ്ഠിത രാശിയിൽ നിന്ന് നമ്മൾ ഗോചര ഫലങ്ങൾ മനസ്സിലാക്കുന്നത്. ചന്ദ്രനാണത്രേ വ്യാഴാണെങ്കിലും ശനിയാണെങ്കിലും ചൊവ്വയാണെങ്കിലും ബുധനാണെങ്കിലും അതിൻ്റെ ഊർജ്ജത്തെയൊക്കെ സ്വീകരിച്ച് ബലാബലത്തെ, അതായത് ബലവും അബലവുമായ ആ ഒരു സിദ്ധിയെ, ആ ഒരു കാര്യത്തെ മനുഷ്യനിലേക്കും മറ്റു ജീവാജാലങ്ങളിലേക്കും പ്രകൃതിയിലേക്കും എത്തിക്കുന്നത്. അതുകൊണ്ടാണ് ചന്ദ്രൻ സഞ്ചരിക്കുന്ന രാശിയിൽ നിന്ന് നമ്മൾ ഈ ഫലങ്ങളെല്ലാം പറയാനുള്ളതായ കാരണം. അപ്പോൾ വ്യാഴത്തിൻ്റെ ഗോചരസ്ഥാനം 2 ജന്മക്കൂറിൽ നിന്ന് 2, 11, 9, 5, 7. വേദസ്ഥാനം 12, 8, 10, 4, 3. അതായത് ഇതിൽ 2ലും പെടാത്ത ചില സ്ഥാനങ്ങളുണ്ട്. അത് 1ഉം അതേപോലെ തന്നെ 6ഉം. ഇത് 2ഉം ഇതിൽ ആചാര്യം പറഞ്ഞിട്ടില്ല. ഈ ജന്മവ്യാഴം 6ാം വ്യാഴം ഇത് 2ഉം ദോഷം തന്നെയാണ്. ജന്മരാമ വനോ ദുഃഖം, ശ്രീരാമൻ വനവാസത്തിന് പോയി ദുഃഖിച്ചത് ജന്മവ്യാഴത്തിൽ ആണത്രേ. നമ്മൾ ഇവിടെ അത് തീർച്ചയായിട്ടും ദോഷം കൂടുതലുള്ള സ്ഥാനങ്ങളാണ്. അതേപോലെ ജന്മത്തിലേക്ക് വ്യാഴം വന്നാൽ നന്നാവുന്നല്ല പറയേണ്ടത്. അങ്ങനെയൊക്കെ പറയുന്ന വിദ്വാൻമാരുണ്ട്. അത് വേറൊരു ചാനലിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇത്രേ. അതൊന്നും ഇവിടെ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളെല്ലാം. ഇത് ശാസ്ത്രീയമായിട്ട് ഫലദീപിക, ജാതക പാരിജാതകം, വിവിധ തരത്തിലുള്ളതായ ഹോരകൾ, അതേപോലെ തന്നെ പ്രശ്നമാർഗം പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിച്ച ശാസ്ത്രീയമായ ഫലങ്ങൾ അത് വളച്ചൊടിവില്ലാണ്ട് കൃത്യമായിട്ട് പ്രേക്ഷകരിലേക്ക് തരണമെന്ന ആഗ്രഹം. അപ്പോൾ ഇതേപോലെ പറയുന്ന അനവധി ദൈവജ്ഞന്മാരുണ്ടാവും. അവരേനെയാണ് നിങ്ങൾ ശ്രവിക്കേണ്ടത്. അല്ലാതെ പൊടിപ്പും തൊങ്ങലും വെച്ച് പടച്ചു വിടുന്ന ഫലങ്ങളെ നിങ്ങൾ അവജ്ഞയോടെ കാണണമെന്ന് ഒരു അപേക്ഷ കൂടി പ്രേക്ഷകരോട് വയ്ക്കുകയാണ്. അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗ്രഹത്തിൻ്റെ ഗോചരസ്ഥാനങ്ങളും വേദസ്ഥാനങ്ങളും, അനുകൂല സ്ഥാനവും പ്രതികൂല സ്ഥാനവും, അതുതന്നെയാണ് ഗോചരം എന്ന് പറയുന്നത്. അനുകൂലമായി ഇപ്പോൾ ഈ വ്യാഴമാറ്റത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അനുകൂലമായി വരുന്നത് ഇടവം രാശിക്കാർക്ക്, ചിങ്ങം രാശിക്കാർക്ക്, തുലാം രാശിക്കാർക്ക്, ധനുരാശിക്കാർക്ക്, കുംഭം രാശിക്കാർക്ക്, 5 രാശിയിലുള്ള ആളുകൾക്ക് മാത്രമേ ഈ പറയുന്ന അനുഭവ ഗുണത്തെ
നമുക്ക് പറയേണ്ടതുള്ളൂ. പ്രതികൂലമായി വരുന്നത് കർക്കിടകം രാശി, വൃശ്ചികം രാശി, കന്നിരാശി, മീനം രാശി, മേടം രാശി, മിഥുനം രാശി, മകരം രാശി. ഇവർക്കൊക്കെയാണ് ഈ വ്യാഴമാറ്റം പ്രതികൂലമായിട്ട് ഭവിക്കുന്നത്. അപ്പോൾ ഇത്തരം ആളുകൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അതാ ഞാൻ പറഞ്ഞത്, അനുകൂലവും പ്രതികൂലവും നമ്മൾ മനസ്സിലാക്കേണ്ടത് അവനവൻ്റെ ജാതകത്തിൽ നിന്നാണ്. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം പൊതുഫലങ്ങൾ മാത്രമാണെന്നുള്ളത് മനസ്സിലാക്കുക. ഇതിൽ കുറേ സന്തോഷിക്കുകയോ കുറേ ദുഃഖിക്കുകയോ സങ്കടപ്പെടുകയോ ഒന്നിൻ്റെയും ആവശ്യം വരുന്നില്ല. അപ്പോൾ നമ്മൾ മേടക്കൂറ് മുതൽ നമുക്ക് എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഫലങ്ങൾ വരുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. മേടക്കൂറ് അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യത്തെ 15 നാഴിക അടങ്ങുന്ന മേടക്കൂറുകാർക്ക് വ്യാഴം 2-ൽ നിന്നും 3-ലേക്കാണ് സഞ്ചരിക്കുന്നത്. 3-ാം വ്യാഴം തൃതീയേ ബ്രഹ്മദോഷിര, അല്ലേ? തൃതീയ സ്ഥിതേ ജീവേ നൃണാം സ്വാൻ പതത ഭ്രംശാൻ എന്ന് പറഞ്ഞു. കാര്യം വിഹതിജ, കാര്യ തടസ്സങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. വ്യാഴം 3-ൽ നിൽക്കുമ്പോൾ സ്വസ്ഥാനത്തിൽ നിന്ന് മാറ്റം സംഭവിക്കുകയും കാര്യവിനാശവും ആണ് ഫലം. അപ്പോൾ കരുതിയിരിക്കണം. സ്വസ്ഥാനത്ത് നിന്ന് മാറ്റം സംഭവിക്കും. സ്ഥാനസ്വവസ്ഥയ ഭ്രംശപഥപതനം, അതായത് നിലവിൽ ഇപ്പോൾ ഉള്ളതായ സീറ്റ് എന്തായാലും തെറിക്കാനുള്ളതായ ഒരു സാധ്യത. അഷ്ടവർഗ ബിന്ദു ഗണിച്ച് 5-ൽ താഴെ ആണ് അഷ്ടവർഗ ബിന്ദു എങ്കിൽ തീർച്ചയായിട്ടും ഈ ഫലം ഉണ്ടാവും. 5-ൽ മേലെ 6 7 ഒക്കെ ഉണ്ടെങ്കിൽ ചെറിയ അനക്കങ്ങൾ സംഭവിച്ചാലും ചിലപ്പോൾ അത് മാറ്റാം, അങ്ങനെ കാര്യമായിട്ട് പതനം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷേ വളരെ ശ്രദ്ധിക്കണം. ബ്രഹ്മാവിൻ്റെ ശിരസ് പോയ സമയമാണ്, സൃഷ്ടികർത്താവിന് പോലും ദോഷം വന്ന സമയമായതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കണം. സ്വസ്ഥാനത്ത് നിന്ന് മാറ്റങ്ങൾ സംഭവിക്കും. സുഹൃത്തുക്കൾ മുഖാന്തരമുണ്ടാകുന്ന അപകടങ്ങളിൽ ചെന്നുപെടാനുള്ളതായ സാധ്യത. അവനവൻ്റെ ചെവി അതായത് വലത്തെ ചെവിക്ക് കാര്യമായിട്ടുള്ള രോഗങ്ങളോ പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ വന്ന് ഭവിക്കാനുള്ളതായ സാഹചര്യങ്ങൾ. ദുർബുദ്ധിയേറിയിട്ടുണ്ടാകുന്ന പലതരം അപകടങ്ങൾ. അപ്പോൾ ആരെയും പറ്റിയിട്ട് ഒന്നും കുറ്റം പറയാനൊന്നും പോകണ്ട, വളരെയധികം ശ്രദ്ധിച്ചേക്കണം. അവനവൻ്റെ ഭാഷണം, അതായത് നമ്മൾ മറ്റുള്ളവർ നമ്മളെ നിന്ദിക്കുന്നത് കേൾക്കുക പോലെയുള്ള സാഹചര്യങ്ങൾ, അതുകൊണ്ടുണ്ടാകുന്ന മാനസിക വിഷമങ്ങൾ, ഇതൊക്കെ ഈ മേടക്കൂറുകാരെ സംബന്ധിച്ചിട്ട് ഉണ്ടാവും. അപ്പോൾ അവനവൻ്റെ പരദൂഷണം മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. പരദൂഷണം എന്ന് പറയുമ്പോൾ പരന്മാരോട് ദൂഷണം പറയാം, അവനവൻ്റെ ദൂഷണം പരന്മാരോട് പറയാം. അപ്പോൾ അത് നമ്മൾ കേൾക്കാനുള്ള ഇടയും അതുകൊണ്ടുണ്ടാകുന്ന മാനസിക ബുദ്ധിമുട്ടുകളും ഈ മേടം രാശിക്കാരെ സംബന്ധിച്ച് കാത്തിരിക്കുന്നുണ്ട്. ശ്രദ്ധിച്ചേക്കണം. പിന്നെ ഈ വ്യാഴം മധ്യദ്രേക്കാണത്തിലാണ് ഫലം തരിക. അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ ചെയ്യാം. എന്ന് മുതലാണ് വ്യാഴത്തിൻ്റെ മധ്യദ്രേക്കാണം ആരംഭിക്കുന്നത്. ആ കാലഘട്ടത്തിൽ ഇത് കൂടുതൽ ശ്രദ്ധിക്കണം. അഷ്ടവർഗ ബിന്ദു കുറഞ്ഞ രാശിയിലാണ് വ്യാഴം സഞ്ചരിക്കുന്നത് എങ്കിൽ ഈ വ്യാഴമാറ്റം മുതൽ ഇത് ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. ഇനി നമുക്ക് ഇടവക്കൂറുകാരെ സംബന്ധിച്ച് ഗോചരസ്ഥാനത്താണ് അവർക്ക് വ്യാഴം. ഇടവക്കൂറ് എന്ന് പറയുമ്പോൾ കാർത്തികയുടെ അവസാനത്തെ 3 പാദങ്ങൾ, രോഹിണി നക്ഷത്രം, മകീരത്തിൻ്റെ ആദ്യത്തെ 2 പാദങ്ങൾ അടങ്ങുന്ന ഇടവക്കൂറുകാർക്ക് ഗോൾഡൻ ചാൻസാണ്. 2-ലാണ് അവർക്ക് വ്യാഴം. ചാരവശാൽ വ്യാഴം 2-ൽ സഞ്ചരിക്കുമ്പോൾ ധനലാഭം, ശത്രുനാശം, സ്ത്രീലാഭം മുതലായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. സ്ത്രീലാഭം എന്ന് പറയുമ്പോൾ വിവാഹം പോലെയുള്ള സൽക്കർമ്മങ്ങൾ സംഭവിക്കാനുള്ളതായ സാധ്യത. അവിടെയാണ് ധനലാഭമൊക്കെ പറയേണ്ടത്. എന്തായാലും വ്യാഴം 2-ൽ വന്നാൽ വെറുതെ ആവില്ല. അമിതമായിട്ടുള്ള ധനലാഭം ഇല്ലെങ്കിലും ഇപ്പോഴത്തെ സ്ഥിതിയിൽ നിന്ന് കൂടുതൽ ഉയർച്ചയിലേക്ക് വരും. അർത്ഥലാഭസ്യ രിപുക്ഷയ സുദൃശ്യാം ഭോഗ എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രധാനമായിട്ട് വസിഷ്ഠവചനാത്. അപ്പോൾ വ്യാഴം ചാരവശാൽ 2-ൽ സഞ്ചരിക്കുമ്പോൾ ധനലാഭം, സർവശത്രുക്കളുടെയും നാശവും, സ്ത്രീ സുഖവും അല്ലെങ്കിൽ സ്ത്രീ ലാഭവും ഫലമായിട്ട് ആചാര്യൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വിവാഹമൊക്കെ അന്വേഷിക്കുന്ന ആളുകൾക്ക് ഗോൾഡൻ ചാൻസ് ആണ് കേട്ടോ. ഈ വരുന്ന മെയ് 14 മുതൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിവാഹം പോലെയുള്ള കാര്യങ്ങൾ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ, സാമ്പത്തികമായിട്ടുള്ള ഉന്നതികൾ, പുതിയ ഒരു വീടും പുതിയൊരു വാഹനവും നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യം ലഭിച്ചിരിക്കും, യാതൊരു സംശയവും വേണ്ട. ഇനി നമുക്ക്
കർക്കിടകക്കൂറിലെ കാര്യങ്ങൾ അന്വേഷിക്കാം. കർക്കിടകക്കൂർ എന്ന് പറയുമ്പോൾ മിഥുനക്കൂറ്, ഇടവം കഴിഞ്ഞാൽ പിന്നെ മിഥുനം രാശിയല്ലോ. മിഥുനം രാശിയുടെ കാര്യങ്ങൾ നമുക്ക് അന്വേഷിക്കേണ്ടതുണ്ട്. മിഥുനക്കൂറിൽ നമുക്ക് മകീരത്തിൻ്റെ അവസാനത്തെ 30 നാഴിക, തിരുവാതിര, പുണർദത്തിൻ്റെ ആദ്യത്തെ 3 ഭാഗങ്ങൾ, അതായത് പുണർദത്തിൻ്റെ 3/4 ഭാഗം അടങ്ങുന്ന മിഥുനക്കൂറുകാർക്ക് ജന്മവ്യാഴാണ്. അതായത് വ്യാഴം ചാരവശാൽ ജന്മക്കൂറിൽ സഞ്ചരിക്കുകയാണ്. സ്ഥാനചലനങ്ങൾ, ധനനഷ്ടങ്ങൾ, കലഹങ്ങൾ, വലുതായിട്ടുള്ള കലഹങ്ങൾ, കേസ്, ബുദ്ധിക്ക് മന്ദത, വേണ്ട രീതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞു ബുദ്ധികാരകനാണ് വ്യാഴം. പ്രജ്ഞ, പ്രതിഭ, മേധ, സ്ഥിതബുദ്ധി, ഈശ്വരൻ തന്നിട്ടുള്ള ബുദ്ധി, വളർത്തിയെടുക്കുന്ന ബുദ്ധി, ഇതിനെല്ലാം നാശം സംഭവിക്കും. ബുദ്ധിശൂന്യത കൊണ്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവേണ്ട കാര്യങ്ങൾ, സ്ഥാനചലനങ്ങൾ, അവനവൻ്റെ ഇരിപ്പിടം ഇളകും, സംശയിക്കേണ്ട കാര്യമില്ല. അത് അഷ്ടവർഗ ബിന്ദു കുറവാണെങ്കിൽ തീർച്ചയായിട്ടും മാറിയ ഉടനെ കിട്ടും പണി. ധനനഷ്ടങ്ങൾ, പലതരത്തിലായ ധനനഷ്ടങ്ങൾ, വലുതായിട്ടുള്ള കലഹങ്ങൾ, ഇതിനെല്ലാം ഇട കാണുന്നുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട നക്ഷത്രക്കാര മിഥുനക്കൂറിൽപ്പെട്ട മകീരത്തിൻ്റെ അവസാനത്തെ 30 നാഴിക, തിരുവാതിര നക്ഷത്രക്കാർ പുണർദത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക അടങ്ങുന്ന മിഥുനക്കൂറുകാർക്ക് ജന്മവ്യാഴാണ്. അത് ഞാൻ പറഞ്ഞത് ശ്രീരാമചന്ദ്രന് തൻ്റെ പദവിയും സ്ഥാനമെല്ലാം നഷ്ടപ്പെട്ട് കാട്ടിൽ കയറി അലഞ്ഞ സമയമാണ്. ഭാര്യാനഷ്ടമുണ്ടായി, ചീത്തപ്പേര് കേട്ടു. അതൊക്കെ തന്നെയാണ് ഇപ്പോൾ ഇവിടെ വേണ്ടത്. വേണ്ട പോലെ തീരുമാനിക്കാമെന്നൊന്നും അദ്ദേഹത്തിന് സാധിച്ചില്ല. അപ്പോൾ അവതാര പുരുഷൻ ഈശ്വരനാണെങ്കിൽ പോലും മനുഷ്യാവതാരമാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ദോഷം സംഭവിച്ചത്. ഇനി നമുക്ക് കർക്കിടകക്കൂറിലേക്ക് വന്നു കഴിഞ്ഞാൽ, കർക്കിടകക്കൂറിൽ പുണർദത്തിൻ്റെ അവസാനത്തെ 15 നാഴിക, പൂയം, ആയില്യം, അവർക്ക് 12ലാണ് ആ വ്യാഴം. ദ്വാദശേ രാവണോ ഭംഗ, അല്ലേ? 12ാം വ്യാഴം വന്നപ്പോൾ 10 തലയുടെ ബുദ്ധിയുള്ള രാവണന് പോലും എന്തുണ്ടായി? ബുദ്ധിനാശം സംഭവിച്ചു. അതൊക്കെയാണ് അവിടെ ഉദാഹരണങ്ങളെ. 10 തലയുടെ ബുദ്ധിയാണ് അയാൾക്ക് സീതയെ അപഹരിക്കണം തോന്നിയത് കൊണ്ടാണ് അയാളുടെ ജീവൻ പോയത്. സ്ത്രീകളെ ഒരിക്കലും അപഹരിക്കരുത്, കാരണം സ്ത്രീകളെ ഉപദ്രവിച്ചാൽ ഈശ്വരൻ അപ്പോൾ അവിടെ പണി തരും. അതുകൊണ്ടാണ് ശ്രീരാമൻ തെരഞ്ഞ് ലങ്കയിൽ പോയി അവിടുന്ന് പണി തീർത്തു പോകുന്നത്. അപ്പോൾ 12ാം വ്യാഴം മനുഷ്യന് എന്താ പറഞ്ഞത്? 12ാം വ്യാഴത്തിൽ മനുഷ്യന് പലതരത്തിലുള്ളതായ അന്ത്യസ്ഥിതേ ദീർഘദ്വാടനം ഉഗ്രദുഃഖജനനം ച ഭവേത് എന്ന് പറഞ്ഞു. 12ാം വ്യാഴത്തിൽ അധികമായിട്ടുള്ള അലച്ചിൽ പ്രധാനമാണ്. ഒരു തവണ പോകേണ്ട കാര്യത്തിന് 10 തവണയെങ്കിലും ചുരുങ്ങിയത് പോകേണ്ടി വരും. ചിലപ്പോൾ 10 തവണ പോയാലും ചിലപ്പോൾ നടന്നൊന്നും വരില്ല. അധികമായിട്ടുള്ള മാനസിക ക്ലേശങ്ങൾ, കഠിനമായിട്ടുള്ള ദുഃഖം, ഇതാണ് 12ാം വ്യാഴത്തിൻ്റെ ഫലമായിട്ട് ആചാര്യൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 12ാം വ്യാഴം വളരെ സൂക്ഷിക്കണം. അഷ്ടവർഗ ബിന്ദു പൂജ്യമായിട്ടുള്ള ആളുകൾക്ക് വലുതായിട്ടുള്ള വീഴ്ചകൾ, അമിതമായിട്ടുള്ള ധനദുർവ്യയങ്ങൾ, ശരീരത്തിനുണ്ടാകുന്ന വികലതകൾ ഒക്കെ പറയേണ്ട. പാപം വ്യയം ച പതനം, നിരയെ വാമമമ്പകം, മുഖത്തിൻ്റെ ഇടതുഭാഗത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ, സ്ഥാനഭ്രംശം, വൈകല്യം പോലെയുള്ള വലുതായിട്ടുള്ള ദോഷങ്ങൾ 12ൽ വ്യാഴം സഞ്ചരിക്കുമ്പോഴും സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. കർക്കിടകക്കൂറുകാരെ വളരെ ഗൗരവമായിട്ട് തന്നെ ഈ കാര്യം എടുക്കണം. വേദസ്ഥാനത്താണ് വ്യാഴം, ദോഷം കൂടും. ഇനി ചിങ്ങക്കൂറ്, മകംപൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക അടങ്ങുന്ന ചിങ്ങക്കൂറുകാർക്ക് ഏറ്റവും ശുഭത്വമാണ്. 11ലാണ് വ്യാഴം ഗോചരസ്ഥാനത്ത് സഞ്ചരിക്കുന്നുണ്ട്. ഏറ്റവും അനുകൂല ഗുണം ഈ പറയുന്ന ആളുകൾക്കായിരിക്കാൻ വഴി കൂടുതലാണ്. 11ൽ വ്യാഴം നിൽക്കുമ്പോൾ സർവകാര്യ വിജയങ്ങളും നമുക്കുണ്ടാവും. ലാഭസ്ഥേ അഭിമത അർത്ഥലബ്ധി ഇതര സ്ഥാനാപ്തി എന്ന് പറഞ്ഞിട്ടുണ്ട്. 11ൽ വ്യാഴം നിന്നാൽ ഇഷ്ടപ്പെട്ട കാര്യങ്ങളെല്ലാം സാധിക്കും. മനസ്സിൽ എന്തൊക്കെ വിചാരിച്ചോ എല്ലാ ലക്ഷ്യങ്ങളിലും പൂർത്തീകരണം ഉണ്ടാകും. അത് അഷ്ടവർഗ ബിന്ദു കുറഞ്ഞാലും കൂടിയാലും ശരി, ഈ പറഞ്ഞ കാര്യം തീർച്ചയായിട്ടും കിട്ടും. അപ്പോൾ മകംപൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക അടങ്ങുന്ന ചിങ്ങക്കൂറുകാർക്ക് വളരെ ഗോൾഡൻ ചാൻസാണ് വന്നിരിക്കുന്നത്. ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് അവർ പറക്കും, യാതൊരു സംശയവും വേണ്ട കേട്ടോ. അധികം പറയേണ്ട കാര്യം അതിലില്ല. ഇനി കന്നിക്കൂറിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഉത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴിക, അത്തം, ചിത്ര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക അടങ്ങുന്ന കന്നിക്കൂറുകാർക്ക് 10ാം വ്യാഴാണ്. ദശമേ ദാരികാവധം, ദാരികനും കാളിയും തമ്മിൽ 12 വർഷം ഘോര യുദ്ധം ഉണ്ടായതാണ്. സ്ത്രീയും പുരുഷനും തമ്മിലാണ് ഫൈറ്റ്, അവസാനം സ്ത്രീക്കാണ് വിജയം. അപ്പോൾ സ്ത്രീ സഹജമായ കാര്യങ്ങളിലേക്ക് പോകുന്ന ആളുകൾ വളരെ കരുതിയിരിക്കണം. കാരണം സ്ത്രീകളാൽ ഉണ്ടാകുന്ന ആപത്തുകൾ
പ്രധാനമായിട്ട് കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. ദശമസ്ഥിതേതു സ്ഥാനാർത്ഥനാശാധികം എന്നാണ് പറയുന്നത്. സ്ത്രീ നിമിത്തമുണ്ടാകുന്ന സ്ഥാനഭ്രംശം, സ്ത്രീ നിമിത്തമുണ്ടാകുന്ന ധനനഷ്ടം മുതലായ കാര്യങ്ങൾ, മാനഹാനി മുതലായിട്ടുള്ള കാര്യങ്ങൾ 10-ൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകും. ഒരിക്കലും അതൊരു കേസരി യോഗമല്ല. അങ്ങനെ പറഞ്ഞ വിദ്വാൻമാർ ധാരാളമുണ്ട്. ചന്ദ്രൻ്റെ 10-ൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ നിങ്ങൾക്ക് കേസരി യോഗമാണ്, നാൾക്ക് നാൾ ഉയർച്ച ഉണ്ടാവും എന്ന പടുവിഡ്ഢിത്തം നിങ്ങൾ ഒരിക്കലും സ്വീകരിക്കരുത്. അപ്പോൾ അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിച്ചേക്കണം. ഇനി പറയാനുള്ളത് തുലാം രാശിക്കാരെ സംബന്ധിച്ചാണ്. ചിത്ര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴിക, ചോതി നക്ഷത്രം, വിശാഖം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക അടങ്ങുന്ന തുലാക്കൂറുകാർക്ക് 9-ൽ വ്യാഴം സഞ്ചരിക്കുന്ന സമയത്ത് ഭാര്യാലബ്ധി, സന്താനലബ്ധി, ധനലാഭം, സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ളതായ ഇടവരിക. നമ്മൾ നേരത്തെ എന്താ പറഞ്ഞിട്ടുള്ളത്? വേദകർമ്മങ്ങൾ, ഗുരുബ്രാഹ്മണ ഭക്തി, യാഗം, തപസ്, ഇതെല്ലാം ഈ വ്യക്തികൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പോൾ ധർമ്മസ്ഥേ ഭാര്യ പുത്രധനാഗമഃ എന്ന് വസിഷ്ഠൻ പറഞ്ഞു. അത് വളരെ വിശേഷമാണ്. അതൊക്കെ അനുഭവം ധാരാളമുള്ള ആൾക്കാരുണ്ട്. 9-ൽ വ്യാഴം സഞ്ചരിക്കുന്ന സമയത്ത് അവനവൻ്റെ ആചാരാനുഷ്ഠാന പ്രകാരമുള്ള എല്ലാ കർമ്മങ്ങളെയും സാധ്യത്തെ അല്ലെങ്കിൽ ആ ഒരു നല്ല കാലഘട്ടത്തെ പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊള്ളണം. അവനവൻ്റെ സൽക്കർമ്മത്തിലേക്കുള്ള അല്ലെങ്കിൽ സൽഗതിയിലേക്കുള്ള അവനവൻ്റെ ജീവിതത്തിലേക്ക് ഉയർച്ചയിലേക്കുള്ള ഒരു സമയമാണ് തീർച്ചയായിട്ടും തുലാം രാശിക്കാരെ സംബന്ധിച്ച് കാത്തിരിക്കുന്നത്. പരമാവധി സൽക്കർമ്മങ്ങൾ നിങ്ങൾ ചെയ്ത ഈ ഒരു വർഷക്കാലം, ഒരു വർഷമാണ് ആ വ്യാഴം ഒരു രാശിയിൽ സഞ്ചരിക്കുക, ഈ ഒരു വർഷക്കാലം പരമാവധി സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ജീവിതത്തെ എത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ചേക്കണം. അത് ഗോചരസ്ഥാനമാണ്, 9-ാം ഭാവം ഗോചരസ്ഥാനമാണ്. തീർച്ചയായിട്ടും അനുഭവം ഉണ്ടാവും. ഇനി വൃശ്ചികം രാശിയിലേക്ക് പോയി കഴിഞ്ഞാൽ വിശാഖം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക, അനിഴം, തൃക്കേട്ട നക്ഷത്രമടങ്ങുന്ന വൃശ്ചിക കൂറുകാർക്ക് അഷ്ടമവ്യാഴമാണ്. അഷ്ടമേ ഹരദോ ബാലി, ബാലിയും സുഗ്രീവനും തമ്മിൽ ഘോരയുദ്ധം നടന്നത് അഷ്ടമവ്യാഴത്തിൻ്റെ കാലഘട്ടത്തിലാണ്. അതായത് സഹോദരങ്ങൾ തമ്മിലുണ്ടാകുന്ന പടവെട്ട് പോലെയുള്ള കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ചേക്കണം. സഹ ഉദരൈതി സഹോദരാതാണ്. നമ്മൾ അവരെ സംരക്ഷിക്കേണ്ട ആളുകളാണ്. ഒരിക്കലും തെറ്റിദ്ധാരണയുടെ പുറത്ത് കുടുംബകലഹങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് വൃശ്ചിക രാശിയിൽപ്പെട്ട ഈ നക്ഷത്രക്കാർ ശ്രദ്ധിക്കണം. അഷ്ടമേ തീവ്ര ദുഃഖ ഗതാനിബന്ധനം അജസ്രദ്വാടനം എന്ന് പറഞ്ഞിട്ടുണ്ട്. നെറ്റിലെ വ്യാഴം നിന്ന് കഴിഞ്ഞാൽ കഠിനമായിട്ടുള്ള ദുഃഖം പേറേണ്ടി വരിക, ബന്ധുജന വിയോഗം ഉണ്ടാകുക, ബന്ധുക്കൾ തമ്മിൽ കഠിനമായിട്ടുള്ള കലഹങ്ങൾ ഉണ്ടാവുക, അതികഠിനമായിട്ടുള്ള രോഗങ്ങൾ ബാധിക്കുക, ബന്ധനം എന്ന് വെച്ചാൽ തടസ്സം, ജയിൽവാസം പോലെയുള്ള കാര്യങ്ങളാണ് അല്ലേ. ബാലിയും സുഗ്രീവനും തമ്മിൽ യുദ്ധം ഉണ്ടായിട്ട് എന്ത് ചെയ്തു? സുഗ്രീവനെ ബാലി എന്തിലടച്ചു? ഗുഹയിലടച്ചു. അങ്ങനെ തന്നെയാണ് അത്. അപ്പോൾ കഠിനമായിട്ടുള്ള രോഗം, ബന്ധനം, തടസ്സം, അതേപോലെ തന്നെ ഉയർന്ന സ്ഥാനത്തിരിക്കുന്ന ആളുകളുമായിട്ടുള്ള കലഹം നിമിത്തം ഉണ്ടാകുന്ന അപകടങ്ങളും അബദ്ധങ്ങളും, നിയമപരമായിട്ടുള്ള രേഖകൾ ഇല്ലാത്തത് മൂലം ഉണ്ടാകുന്ന ബന്ധനം, രാജപുരുഷന്മാർ തെരഞ്ഞു വരേണ്ട ചില സാഹചര്യങ്ങൾ. രാജപുരുഷന്മാർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ തെരഞ്ഞു വരേണ്ട സേനയിൽപ്പെട്ട ആളുകൾ പോലീസ് തന്നെയാണ്. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിലേക്ക് പോകാതിരിക്കാൻ ശ്രദ്ധിച്ചാൽ നന്നായി. പക്ഷെ അത് സംഭവിക്കാനുള്ളതായ സാഹചര്യങ്ങൾ ഇവരെ സംബന്ധിച്ചിട്ട് വളരെയധികം കൂടുതലാണ്. ഇനി നമുക്ക് വൃശ്ചികം കഴിഞ്ഞു ധനുരാശിക്കാരുടെ വിശേഷങ്ങൾ നോക്കാം. മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യ 15 നാഴിക അടങ്ങുന്ന ധനുരാശിക്കാർക്ക് വ്യാഴം ചാരവശാൽ 7-ൽ സഞ്ചരിക്കുന്ന സമയം അല്ലേ. 7-ൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ ജന്മക്കൂറിലേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടി പൂർണ്ണമായിട്ട് തന്നെ കിട്ടും. ധിഷണേ സപ്തമേ ധീവാങ് നൈപുണ അർത്ഥസിദ്ധി തരുണീ ഭോഗാധികം എന്ന് പറഞ്ഞു ആചാര്യൻ. എന്താ? തൻ്റെ ബുദ്ധിസാമർഥ്യം കൊണ്ട് ജീവിത വിജയം, വാക്സാമർഥ്യം കൊണ്ട് കാര്യസാധ്യം, സർവകാര്യസിദ്ധി, ധനലാഭം, സ്ത്രീ സംഭോഗം മുതലായിട്ടുള്ള കാര്യങ്ങൾ. അത് പഴയ കാലത്തെ ഭാഷയാണ് സ്ത്രീ സംഭോഗം എന്നൊക്കെ പറയണത്. കാരണം ഉത്തമകുലത്തിൽ ജനിച്ച ആളുകൾക്ക് ഉത്തമകുലജാത വധുവായി വരിക. അപ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന മാനസിക സന്തോഷം പോലെയുള്ള കാര്യങ്ങൾ, വിവാഹം എന്ന അർത്ഥത്തിൽ പ്രണയസാഫല്യം, വിവാഹം പോലെയുള്ള കാര്യങ്ങളായിട്ട് എടുത്താൽ മതി. നല്ലൊരു ഗോൾഡൻ ചാൻസാണ് ധനുരാശിക്കാരെ സംബന്ധിച്ച്. ധനുരാശിയുടെ അധിപതി കൂടിയാണ് ആ വ്യാഴം ധനുരാശിയെ നോക്കുന്ന സമയം ആ നക്ഷത്രക്കാരെ സംബന്ധിച്ച് വളരെ വലിയ ജീവിതത്തിലുണ്ടാകുന്ന അനുകൂലമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. ഗോചരസ്ഥാനത്താണ് ആ വ്യാഴം നിൽക്കുന്നത്. തീർച്ചയായിട്ടും ഉണ്ടാവും.
ഇനി മകരം രാശിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഉത്രാടം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴിക, തിരുവോണം നക്ഷത്രം, അവിട്ടം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക അടങ്ങുന്ന മകരക്കൂറുകാർക്ക് 6-ൽ വ്യാഴം സഞ്ചരിക്കുന്നു. 6-ാം വ്യാഴം, ഷഷ്ഠി മാബലി ബന്ധനം. 1000 യാഗം ചെയ്തിട്ടാണ് മഹാബലിക്ക് പാതാളത്തിലേക്ക് പോകേണ്ടി വന്നത്. അപ്പോൾ എത്ര സൽക്കർമ്മങ്ങൾ ചെയ്താലും അനുഭവഫലം തീർച്ചയായിട്ടും കുറഞ്ഞിരിക്കും. അതിൻ്റെ അർത്ഥമെന്താ പറഞ്ഞിട്ടുള്ളത്? ഷഷ്ഠബേ തൽ തുഷി തൽ സാധനി സത്യപി സുഖം നഹി എന്നാണ്. തത് സുഷി എന്നാണ്. അതെന്താ? എത്ര ഷഷ്ഠബി തത് സുഷി തൽ സാധനി സത്യപി എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ആഡംബര വസ്തുക്കളും സുഖഭോഗ വസ്തുക്കൾ ഉണ്ടായാൽ പോലും സുഖം ഉണ്ടാവില്ല എന്നാണ്. കണ്ടുവോ? അപ്പോൾ അതാണ് ഞാൻ അവിടെ മഹാബലിയെ ഉദ്ധരിക്കാൻ കാരണം അദ്ദേഹം 1000 യാഗം ചെയ്ത് ദാനധർമ്മ നിഷ്ഠനായിട്ടിരിക്കുന്ന സമയത്താണ് വാമനാവതാരം ഉണ്ടാവുന്നത്. പാതാളത്തിലേക്ക് പോകേണ്ടി വന്നു. അപ്പോൾ 6-ാം വ്യാഴം, അത് കാലം പഴച്ചാൽ എന്ത് സൽക്കർമ്മങ്ങൾ ചെയ്താലും അത് വിജയിക്കാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ അതിനൊരു പാര ഉടനെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ മകരം രാശിക്കാർ വളരെയധികം ശ്രദ്ധിച്ചേക്കണം എന്നാണ് പറയണത്. നമ്മളെ ചതിക്കാനുള്ളതായ ആളുകളുണ്ടാവും, നല്ലവണ്ണം പറഞ്ഞു കൂടും, നമ്മളെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചു പോവും, പിന്നെ തരില്ല, ചോദിച്ചാൽ കേസ് കൊടുക്കും. അപ്പോൾ അതിനെ അങ്ങോട്ട് നമ്മൾ ഡൈവേർട്ട് ചെയ്യണം. മനസ്സിലായിട്ടുണ്ടോ? അപ്പോൾ വലുതായിട്ടുള്ള ബിസിനസ്സുകളോ മറ്റു കാര്യങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ ജാതകമൊക്കെ ഒന്ന് പരിശോധിച്ച് ദൈവാധീനമൊക്കെ ഒന്ന് ഉറപ്പ് വരുത്തി, അപകടം ഉണ്ടാവില്ല എന്നൊക്കെ ഉള്ളത് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ പോകാവൂ. കാരണം 3 അടി മണ്ണാണ് പ്രശ്നമുണ്ടായത്. ഈ ലോകം മുഴുവൻ അതുകൊണ്ട് അളന്നു. അപ്പോൾ ജപ്തിയൊക്കെ നമ്മൾ ഭയക്കണം. അവനവൻ്റെ ആധാരം പണയം വയ്ക്കുമ്പോൾ, ഭൂമി സംബന്ധമായിട്ടുള്ള ഇടപാടുകൾ നടത്തുമ്പോൾ ഒക്കെ വളരെ ശ്രദ്ധിച്ച് മാത്രമേ ചെയ്യാവൂ. സാമ്പത്തിക ഇടപാടുകൾ പ്രത്യേകിച്ചും ഈ മകരം രാശിക്കാർ സൂക്ഷിച്ചില്ലാച്ചാൽ കയ്യിലുള്ള സർവ്വതും നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഇനി നമുക്ക് കുംഭം രാശിയുടെ ഫലത്തിലേക്ക് പോകാം. അവിട്ടം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴിക, ചതയം നക്ഷത്രം, പൂരോരുട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക. അവർക്ക് 5-ൽ ചാരവശൽ വ്യാഴം സഞ്ചരിക്കുന്നു. ഗോചരസ്ഥാനത്തൊക്കെയാണ് വ്യാഴം വന്നിട്ടുള്ളത്. 5-ൽ വ്യാഴം സഞ്ചരിക്കുന്ന സമയത്ത് സുതേ അശ്വക്ഷ ആത്മ ഹേമരത്ന തരുണീവാസ ഗൃഹാപ്തിഹി എന്ന് പറഞ്ഞിട്ടുണ്ട്. സുതേ സ്തുതം 5-ാം ഭാവം, അതായത് ആ കുതിരക്കാള മുതലായിട്ടുള്ള അശ്വം എന്ന് പറയുമ്പോൾ കുതിര, വൃഷഭ എന്ന് പറയുമ്പോൾ വൃഷഭ, അശ്വാക്ഷ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇടവനാശിയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. കാള, കുതിര പോലെയുള്ള വിശേഷ വാഹനങ്ങൾ. അതിപ്പോൾ ഒന്ന് മെസറാറ്റിയും ബെൻസൊക്കെ ആയി മാറിയിട്ടുണ്ട് അല്ലേ? അത്ര വ്യത്യാസമേ ഉള്ളൂ. അജ ഹേമരത്ന തരുണീവാസ. അജം എന്ന് പറയുമ്പോൾ ആട് മുതലായിട്ടുള്ള അതിൻ്റെ കോലാട് മുതലായതിൻ്റെ ലാഭവും സന്താനങ്ങളും. ആത്മജൻ സന്താനം, സ്വർണം, രത്നം, തരുണീവാസം അതായത് സ്ത്രീ സഹവാസം, ഗൃഹം മുതലായതിൻ്റെ ലാഭം എന്താണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 5-ലെ വ്യാഴം എല്ലാം തരും. പൊതുവേ കാരകഗ്രഹം കൂടിയിട്ടാണ്, ഭാവകാരകനും കൂടിയിട്ടാണ്. അപ്പോൾ വിശേഷപ്പെട്ട വാഹന ലാഭം ഉണ്ടാവുക, സന്താനങ്ങളെ കാത്തിരിക്കുന്ന ആളുകൾക്ക് അത് കിട്ടുക. സന്താനം അല്ലേ, കുറേ കാലമായിട്ട് സന്താനങ്ങളൊന്നും ഇല്ലാത്ത ആളുകൾക്ക് ഗോൾഡൻ ചാൻസാണ്. IVF, IM അങ്ങനെ എന്തൊക്കെ പരിപാടികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നടത്താൻ പറ്റും. എനിക്ക് അനുകൂലമാണ്. ജാതകം നോക്കിയില്ലെങ്കിലും അതൊക്കെ സംഭവിക്കും. തീർച്ചയായിട്ടും സക്സസ് ആവും, വിഷമിക്കേണ്ട കാര്യമില്ല. സന്താന ലാഭം ഉണ്ടാവും. അതിനുള്ള ട്രീറ്റ്മെൻറ്റൊക്കെ എടുക്കുന്ന ആളുകൾക്ക്, നാച്ചുറലായിട്ട് സംഭവിക്കുന്ന ആളുകൾക്ക് അനുകൂല സ്ഥിതി തന്നെയാണ്. 5-ൽ വ്യാഴം സഞ്ചരിക്കുന്ന സമയത്ത് സന്താനം ഉൽപ്പാദനം ഉണ്ടാവും പോലെയുള്ള കാര്യങ്ങൾ ഒക്കെ സന്തോഷമുള്ള കാര്യങ്ങളാണ്. അതൊക്കെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. സ്വർണം കിട്ടുക, രത്നം കിട്ടുക, നല്ല വില ഉണ്ടെന്ന് പറയണ്ട, അതൊക്കെ വന്നോളും, ഒക്കെ ധൈര്യമായിട്ട് കിട്ടിക്കോളും. വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ ഒരു വർഷക്കാലം വീട് പണിയുടെ ആരംഭങ്ങൾ, അതിൻ്റെ പ്ലാനിങ്ങുകൾ, കാര്യങ്ങളൊക്കെ ചെയ്യാം. തുടങ്ങി വെച്ചാൽ മതി, പൂർത്തിയായിക്കോളും കേട്ടോ. അപ്പോൾ കുംഭൻ രാശിക്കാർക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇപ്പോൾ ജന്മശനിയൊക്കെ തീർന്ന്, ഏഴരശനി തീർന്നിട്ടില്ല, ജന്മശനിയൊക്കെ തീർന്നിട്ടുള്ള സമയമാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു ആയാസം കിട്ടുന്ന സമയം. ഇനി മീനം രാശിക്കാരെ സംബന്ധിച്ച് പറയാം. പൂരോരുട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക, ഉത്രട്ടാതി, രേവതി അടങ്ങുന്ന മീനം രാശിക്കാർക്ക് 4-ൽ വ്യാഴം. ചതുർത്ഥേ പാണ്ഡവനാശം. പാണ്ഡവകുലം മുടിഞ്ഞ് നാമാവശേഷമായത് 4-ാം വ്യാഴത്തിലാണ്. ബന്ധുസ്ഥിതേ ബന്ധുജനോത്ഥിത ക്ലേശ. ബന്ധുജനങ്ങളെ കൊണ്ടുണ്ടാകുന്ന അതീവ ക്ലേശം,
ഈ 4-ാം വ്യാഴം അനുഭവിക്കുന്ന ആളുകൾക്ക് ഉണ്ടാവും. ഒരിടത്തും സുഖമില്ലായ്മ, കുത്രാവി സുഖം നച എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരിടത്തും സുഖം, എവിടെ പോയാലും പ്രശ്നം, എങ്ങനെ പോയാലും തലവേദന, ഒരിടത്തും സുഖം കിട്ടാത്ത അവസ്ഥ, സ്വസ്ഥത നശിക്കുക, വാഹനത്തിന് വലിയ വാഹനങ്ങളൊക്കെ കയ്യിലുള്ള ആളുകൾ സൂക്ഷിക്കണം. വാഹനത്തിന് കേടുപാടുകളൊക്കെ സംഭവിച്ചതുകൊണ്ട് ധനനഷ്ടങ്ങളുണ്ടാവും. മാതൃക്ലേശം അമ്മയ്ക്ക് അനുകൂലമല്ലാത്ത സമയമാണ്. അവനവൻ്റെ ജന്മഗൃഹം കയ്യിൽ നിന്ന് വഴുതി പോകാനുള്ള സാധ്യതയുണ്ട്. പറയണ പോലെ ജപ്തി കാര്യങ്ങൾ സൂക്ഷിക്കണം, വളരെയധികം സൂക്ഷിക്കണം. ഗവൺമെൻറ്റായിട്ടുള്ള ഇടപാടുകൾ വളരെ സൂക്ഷിക്കണം, അല്ലെങ്കിൽ രാജപുരുഷന്മാർ വന്നിട്ട് നോട്ടീസ് ഒട്ടിക്കാനുള്ള സാധ്യതയുണ്ട്. വളരെ ദൂരയാത്ര പരമാവധി ഒഴിവാക്കുക. കൊടുക്കാനുള്ള കടങ്ങളെല്ലാം പരമാവധി കൊടുത്തു തീർത്തില്ലാച്ചാൽ ഈ പറയുന്ന രീതിയിലുള്ള പല നഷ്ടങ്ങളും സംഭവിക്കാനുള്ള ഇടയുണ്ട്. അതുകൊണ്ട് 4-ാം വ്യാഴം അനുഭവിക്കുന്ന മീനം രാശിക്കാർ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ മറ്റൊരു വിശേഷം ഇതിനോട് ബന്ധപ്പെട്ട് പറയാനുള്ളത്, ഇപ്പോൾ നമ്മൾ അനുകൂല സ്ഥിതി പറഞ്ഞ ജന്മക്കൂറിൻ്റെ 2, 11, 9, 5, 7 ഇതിന് ഗോചരം എന്നാണ് പേര് പറയാമെന്ന് പറഞ്ഞു. ഈ ഗോചരസ്ഥാനം എന്ന് പറയുമ്പോൾ അനുകൂല സ്ഥാനമാണെന്ന് പറഞ്ഞു, വേദസ്ഥാനം ദോഷമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ 2-ൽ വ്യാഴമുള്ള ആളുകൾക്ക് 12-ൽ ഏതെങ്കിലും ഒരു ഗ്രഹം വരണ സമയത്ത് ദോഷമായിരിക്കും. 11-ൽ വ്യാഴമുള്ള ആളുകൾക്ക് 8-ൽ ഏതെങ്കിലും ഒരു ഗ്രഹം വരണ സമയത്ത് അത് വേധിക്കപ്പെട്ടു പോകും. 9-ൽ വ്യാഴമുള്ള ആളുകൾക്ക് 10-ാം ഭാവത്തിൽ ചാരവശാൽ ഒരു ഗ്രഹം സഞ്ചരിക്കുന്ന സമയം അനുകൂലമായിരിക്കില്ല. ചാരവശാൽ 5-ൽ വ്യാഴമുള്ള ആളുകൾക്ക് 4-ൽ ഒരു ഗ്രഹം സഞ്ചരിക്കുന്ന സമയം അനുകൂലമായിരിക്കില്ല. ഗോചരസ്ഥാനമായ 7-ാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ 3-ാം ഭാവത്തിൽ, ജന്മരാശിയുടെ 3-ാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്ന സമയം അനുകൂലമായിരിക്കില്ല. അപ്പോൾ ഇതിനാണ് ഗോചരം വേദം. അപ്പോൾ വേദിക്കപ്പെട്ടു പോയാൽ ഗുണഫലം കുറഞ്ഞ് ദോഷഫലം ഉണ്ടാകും. അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ ഒരു ദൈവജ്ഞൻ്റെ സാമീപ്യം ചെന്ന് കാര്യങ്ങൾ അന്വേഷിക്കണം എന്ന് പറഞ്ഞതിൻ്റെ താല്പര്യം. അപ്പോൾ ഇവിടെ ഇതെല്ലാം പറഞ്ഞതിന് ശേഷം പ്രശ്നമാർഗത്തിൽ ആചാര്യൻ ഒരു ശ്ലോകം, 50-ാമത്തെ ശ്ലോകം, 22-ാം അധ്യായത്തിൽ 50-ാമത്തെ ഒരു ശ്ലോകം എഴുതി വച്ചിട്ടുണ്ട്. അജ്ഞാത്വാ വേദവിധിം ബലാബലം ദ്വിചരപാദഗുണദോഷം യേ നിർദ്ദശന്തി മൂഢാതേഷാം വിഫല സദേശാശ എന്ന് പറഞ്ഞിട്ടുണ്ട്. ദേശാശ സദാ ദേശാഹ എന്ന് പറയുന്നത്, വിഫല സദാ ദേശാഹ എന്നാണ് അതിൻ്റെ അർത്ഥം വരിക. സദാ ദേശ വിഫല തേഷാം നിർദ്ദിശന്തി. ഏതൊരു മൂഢൻ വേദതത്വത്തെയും, അതായത് ജ്യോതിഷം വേദത്തിൻ്റെ കണ്ണാണ്, ഈ ജ്യോതിഷ തത്വങ്ങൾ അറിയാതെയും ഗ്രഹങ്ങളുടെ ബലാബലത്തെക്കുറിച്ചും അറിവില്ലാതെ ഗ്രഹങ്ങളുടെ ചാരഫലത്തെക്കുറിച്ച് ഗുണദോഷ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുവോ അവരുടെ നിർദ്ദേശങ്ങൾ എപ്പോഴും ശരിയായ ഫലമായിരിക്കുകയില്ല എന്ന് മനസ്സിലാക്കുക. അപ്പോൾ അതൊക്കെ ആചാര്യം പറഞ്ഞത് ഈ ഗീർവാണം വിടുന്ന ആളുകളെ സംബന്ധിച്ചിട്ടാണ്. എന്താണ്? കോടീശ്വരനാവും, ഉന്നതിയിലെത്തും, കോടികൾ സമ്പാദിക്കും, ഈ നക്ഷത്രക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, ഇങ്ങനെയൊക്കെ പറയുന്ന ആളുകളുണ്ടല്ലോ. അതായത് ഇത് വേദാംഗമാണെന്ന് മനസ്സിലാക്കാതെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ഈ ശാസ്ത്രത്തെ ഉപയോഗിക്കുന്ന മൂഢന്മാരായിട്ടുള്ള ആളുകൾക്ക് അവരിൽ നിന്നും സ്വീകരിക്കുന്ന ഉപദേശങ്ങൾ സത്യമാകില്ല എന്നാണ് ആചാര്യൻ പറഞ്ഞിട്ടുള്ളത്. ഇത് ഞാൻ പറഞ്ഞതല്ല, ആചാര്യൻ പറഞ്ഞിട്ടുള്ളതാണ് അതിൻ്റെ പ്രമാണം പറഞ്ഞത്. യേ മൂഢാ വേദവിധിം ബലാബലം അജ്ഞത്വ ദ്വിജര പാദഗുണദോഷം നിർദ്ദിശന്തിഹി എന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. വേദശാസ്ത്രമാണ് ഇത്, സംസ്കൃതത്തിൽ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. നമ്മളുടെ പ്രേക്ഷകർക്ക് അതിൻ്റെ പരമാവധി മലയാളത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനുള്ള ഈ ദോഷപരിഹാരത്തിനുള്ള ഏറ്റവും ഉത്തമമായിട്ടുള്ള മാർഗം വിഷ്ണു സഹസ്രനാമം ജപിക്കുക. ഇനി അതൊന്നും അറിയില്ലെങ്കിൽ നാരായണ നാരായണ രാമ രാമ കൃഷ്ണ കൃഷ്ണ വാസുദേവ എന്നൊക്കെ ജപിച്ചോളൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് സകല ദോഷങ്ങളും മാറും. നാമമന്ത്രമാണ് കലിയുഗത്തിൽ ജപിക്കാൻ പറഞ്ഞിട്ടുള്ളത്. വലിയ കാര്യങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ് ഇതൊക്കെ ചെയ്ത് അവനവൻ്റെ മനോബലം മനോവീര്യമൊക്കെ വീണ്ടെടുക്കുക. പിന്നെ എപ്പോഴും ഒരു ഫാമിലി ഡോക്ടർ പോലെ ഒരു ഫാമിലി ദൈവജ്ഞൻ ഉണ്ടാവണത് നല്ലത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഫോൾട്ട് എവിടെയെങ്കിലും സംഭവിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ ദൈവജ്ഞൻ നിങ്ങളെ രക്ഷിക്കാനായിട്ട് തീർച്ചയായിട്ടും എത്തും, യാതൊരു സംശയവും വേണ്ട കേട്ടോ. അപ്പോൾ ജ്യോതിഷ ഫലങ്ങളെല്ലാം ഉത്തമ ദൈവജ്ഞനിൽ നിന്നും പാരമ്പര്യമുള്ള ആളുകളിൽ നിന്നും മാത്രം വാങ്ങുക. പാരമ്പര്യത്തെ തള്ളിപ്പറയുന്ന ആളുകൾക്ക് പാരമ്പര്യം ഇല്ല എന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അവരെയൊന്നും കുറ്റം പറയാൻ പോണ്ട, പൊതുജനം പലവിധം. അപ്പോൾ അത് മനസ്സിലാക്കുക. അപ്പോൾ വിഷ്ണു ക്ഷേത്ര ദർശനം, വ്യാഴാഴ്ച വ്രതം, ഗുരുവാര വ്രതം,
വിഷ്ണു സഹസ്രനാമ ജപം, ബ്രാഹ്മണന്മാർക്കും ഉത്തമന്മാരായിട്ടുള്ള ബ്രാഹ്മണന്മാർക്ക് ബ്രഹ്മജ്ഞാനീതു ബ്രാഹ്മണ എന്നാ പറയുക. അതേപോലെ തന്നെ ക്ഷേത്രത്തിൽ അന്നദാനം പോലെയുള്ള കാര്യങ്ങൾ അത് കൊടുക്കണ്ടോ എന്നുള്ളത് ഉറപ്പ് വരുത്തണം. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ വേണ്ടി വഴിപാടുകളോ പൂജകളോ ഒക്കെ നിങ്ങൾ നടത്തിക്കോളൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗുണമുണ്ടാവും. പിന്നെ ഈ പറയുന്ന കാര്യങ്ങൾ എപ്പോഴും അവനവൻ്റെ ജാതകം വെച്ച് നോക്കി പരിശോധിച്ച് മാത്രം ഉറപ്പ് വരുത്തുക. ഇത് പൊതുഫലങ്ങളാണ്, ഇത് അതേപോലെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചോളണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അവനവൻ്റെ ജാതകം പരിശോധിച്ച് അഷ്ടവർഗങ്ങളെല്ലാം പരിശോധിച്ച് എൻ്റെ കാര്യങ്ങൾ യഥാസ്ഥിതികൾ മനസ്സിലാക്കുക. അപ്പോൾ ഇതാണ് പ്രിയ പ്രേക്ഷകരോട് പറയാനുള്ള കാര്യം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് വിട പറയുന്നു. തുടർന്നും സപ്പോർട്ട് ഉണ്ടാവുക. ചാനലിലെ എല്ലാ വീഡിയോകളും നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. നന്ദി, നമസ്കാരം, ശുഭദിനം.